എല്ലാവർക്കും ബോളിവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കറുപ്പ് എന്നീ സ്വന്തം കുഞ്ഞാടൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സോങ് ഓഫ് സാമുറായി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ജപ്പാനിലെ പ്രശസ്തമായ ചിറുറാൻ എന്ന മംഗയെ ആസ്പദമാക്കിയാണ് പറഞ്ഞു പോകുന്നത്. ലൈവ് ആക്ഷൻ സമുറായി ആക്ഷൻ ഡ്രാമയാണ് ഇത്. സോങ് ഓഫ് സമുറായി ഒരു സമുറായി കാലഘട്ടത്തിലെ പോരാട്ടങ്ങളും വിശ്വാസങ്ങളെയും പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറിൽ മെയ് 9 OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ സോങ് ഓഫ് ദി സമുറായിൻ്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സോങ്സ് ആർ ബ്ലൂ എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമും ജിയോ ഹോട്ട്സ്റ്റാറുമാണ്. മെയ് 9 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കറുപ്പ് എന്ന സിനിമയെ പറ്റിയാണ്. തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയായ കറുപ്പിൽ അഭിനയിച്ചിരിക്കുന്നത് സൂര്യയാണ്. തൃഷ കൃഷ്ണ, RJ ബാലാജി എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 14 നെറ്റ്ഫ്ലിക്സിലായിരിക്കാം കറുപ്പിന്റെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചിയാൻ 63 എന്ന സിനിമയെ പറ്റിയാണ്. തമിഴ് സൂപ്പർ താരം വിക്രം നായകനാകുന്ന ഒരു പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ചിയാൻ 63. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 14 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സട്ടിൻഡു മാരുതു വാനിലൈ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെയും OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു തമിഴ് സിനിമ ഇപ്പോഴിതാ ആഹാ തമിഴിൽ മെയ് 15 OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് മധുവിധു എന്ന സിനിമയെ പറ്റിയാണ്. കുടുംബ റൊമാൻറ്റിക് കോമഡി മലയാള സിനിമയായ മധുവിധു ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗതി, സായി കുമാർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുന്നു. സോണി ലീവാണ് മധുവിധുവിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ വാരത്തിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ദുരന്തർ 1ന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ദുരന്തർ 2 വരുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നു. മെയ് അവസാന വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദിലീപ് നായകനായ തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. മിതാ പിള്ളൈ, പ്രണീത സുഭാഷ്, അജ്മൽ അമീർ, സിദ്ദിഖ് എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തങ്കമണി ഒരു റിയൽ ഇൻസിഡന്റ് അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞു പോകുന്നത്. 1980കളിൽ കേരളത്തിൽ നടന്ന ഒരു പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ട ഗ്രാമത്തിലെ ആളുകൾ അനുഭവിച്ച അനീതിയുമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേയിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. വിലായത്ത് ബുദ്ധ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമാണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപും തമന്ന പാട്ടിയും അഭിനയിച്ച ഈ ഒരു സിനിമ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം തന്നെ ബാന്ദ്രയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.